നമസ്കാരം. ഡേറ്റയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റാൻ കഴിവുള്ള ഒരു ടൂളിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ അക്കങ്ങളുടെ വലിയ ലിസ്റ്റൊക്കെ കാണുമ്പോൾ എവിടെ തുടങ്ങണമെന്നറിയാതെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടോ? അപ്പോൾ ആ ആശയക്കുഴപ്പമൊക്കെ മാറ്റി കാര്യങ്ങൾ സിമ്പിളാക്കാൻ മൈക്രോസോഫ്റ്റ് എക്സൽ സഹായിക്കും. കണക്ക് കൂട്ടാനും ഡേറ്റ മാനേജ് ചെയ്യാനും പിന്നെ നല്ല അടിപൊളി ചാർട്ടുകൾ ഉണ്ടാക്കാനുമൊക്കെയുള്ള ഏറ്റവും പവർഫുൾ സോഫ്റ്റ്വെയറാണിത്. ഒരു എക്സൽ ഫയലിനെ നമ്മൾ വർക്ക് ബുക്ക് എന്നാ പറയുക. ഇതൊരു ഡിജിറ്റൽ നോട്ട്ബുക്ക് പോലെയാണെന്ന് വെച്ചോ. ആ വർക്ക് ബുക്കിനകത്ത് ഓരോ പേജുകളുണ്ടാകും. അതിനെയാണ് നമ്മൾ വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. ഓരോ ഷീറ്റും ഒരു ഗ്രിഡ് പോലെയാണ്. ഇതിൽ കോളമും റോയും ചേരുന്ന ഈ ഓരോ ബോക്സിനെയും നമ്മൾ സെൽ എന്ന് വിളിക്കും. ഇവിടെ കുറച്ച് ഡാറ്റയുണ്ട്. ഇത് കൊള്ളാം, പക്ഷെ ഒറ്റ നോട്ടത്തിൽ ഇതൊന്നും പറയുന്നില്ല അല്ലേ? നമ്പർ ഫോർമാറ്റിംഗ് വെച്ച് ഒരു സംഖ്യ പണമാണോ തീയതിയാണോ അതോ ശതമാനമാണോ എന്നൊക്കെ എളുപ്പത്തിൽ കാണിക്കാം. എന്നാൽ പ്രധാനപ്പെട്ട ചില നമ്പറുകൾ ഒറ്റയടിക്ക് ശ്രദ്ധയിൽപ്പെടണമെങ്കിലോ അതിനാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. കണ്ടില്ലേ, പാസ് മാർക്കിൽ കുറവുള്ളതെല്ലാം ഇപ്പോൾ പെട്ടെന്ന് കാണാം. ഇനി ഇതൊന്നും തപ്പി നടക്കേണ്ട. ഇതുപോലെ സെല്ലുകൾ ഒന്നിച്ചു ചേർത്ത് നിങ്ങളുടെ ടേബിളിന് നല്ല ഭംഗിയുള്ള നടുവിലൊതുങ്ങിയ തലക്കെട്ടുകൾ നൽകാം. ഇനിയാണ് എക്സലിന്റെ യഥാർത്ഥ പവർ വരുന്നത്. ഫോർമുലകൾ. ഇത് വെച്ചാൽ കണക്കുകൂട്ടലൊക്കെ എക്സൽ തന്നെ ചെയ്തോളൂ. സം, ആവറേജ് പിന്നെ ഇഫ് പോലെയുള്ള സിമ്പിൾ ഫംഗ്ഷനുകൾക്ക് നമ്മുടെ സ്ഥിരം കണക്കുകൂട്ടലുകൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആയിരക്കണക്കിന് ഡേറ്റയുടെ ഇടയിൽ നിന്ന് ഒരെണ്ണം കണ്ടുപിടിക്കണമെങ്കിലോ? അതിനാണ് VLOOKUP. ഒരു വലിയ ടേബിളിൽ നിന്ന് നമുക്ക് വേണ്ട ഡേറ്റ തപ്പിയെടുക്കാൻ ഇത് സഹായിക്കും. ഇനി ഈ വലിയ സെയിൽസ് റിപ്പോർട്ടൊന്ന് നോക്കിയേ. ഒറ്റയടിക്കിത് മനസ്സിലാക്കിയെടുക്കാൻ നല്ല പാടാ. എന്നാൽ പിവറ്റ് ടേബിൾ എന്ന ടൂൾ ഉപയോഗിച്ച് നമുക്കിത് നിമിഷങ്ങൾക്കുള്ളിൽ സിമ്പിളാക്കാം. ഇപ്പോ നോക്കൂ, ആ സങ്കീർണമായ ഡേറ്റയെല്ലാം ഒരു പിവറ്റ് ടേബിൾ എത്ര ലളിതമായ റിപ്പോർട്ടാക്കി മാറ്റി. നിങ്ങളുടെ വർക്ക് പ്രിന്റ് ചെയ്യുമ്പോഴും പ്രസന്റ് ചെയ്യുമ്പോഴും ഹെഡിങ്സ് കാണാനും പേജിൽ ഒതുക്കാനുമൊക്കെ ചില ടിപ്പുകളുണ്ട്. അപ്പോൾ ഒരു ബ്ലാങ്ക് ഷീറ്റിൽ നിന്ന് തുടങ്ങി കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടിലേക്ക് നമ്മളെത്തി. അതായത് ഡേറ്റയെ വിവരങ്ങളാക്കി ആ വിവരങ്ങളിൽ നിന്ന് ഉൾക്കാഴ്ച നേടുക, അതാണ് പ്രധാനം. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന അടുത്ത കാര്യത്തിൽ എക്സലിന്റെ ഏത് ടൂളാകും ആദ്യം ഉപയോഗിക്കുക?